ക്വസ്റ്റ്യൻ നമ്പർ 6-ൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn ഇവിടെ തന്നിരിക്കുകയാണ്. നമ്മളോട് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീക്വൻസ് എഴുതാൻ ഫസ്റ്റ് ടൈം വേണം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം. ഫസ്റ്റ് ടൈം ആദ്യം കണ്ടുപിടിക്കുക. x1 ഈസ് ഈക്വൽ ടു n സ്ഥാനത്ത് 1. അപ്പോൾ 1 ക്യൂബ്ഡ് മൈനസ് 6 ഇൻറ്റു n സ്ഥാനത്ത് 1. അപ്പോൾ 1 സ്ക്വയേർഡ് പ്ലസ് 13 ഇൻറ്റു 1 മൈനസ് 7. ഇനി നമ്മൾക്ക് ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യണം. ആദ്യം നമ്മൾ ഇതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇവിടത്തോളം, പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 1 ക്യൂബ്ഡ്. ഇപ്പോൾ 1 ക്യൂബ്ഡ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. അടുത്തത് -6 ഇൻറ്റു 1 സ്ക്വയേർഡ്. അപ്പോൾ -6 ഇൻറ്റു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു -6. അടുത്തത് +13 ഇൻറ്റു 1. +13 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു +13. പിന്നെ -7 ഉണ്ട്, അതിനെ ഒന്നും ചെയ്യാനില്ല, -7. അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു എഴുതിയിട്ട് കിട്ടിയ ആൻസർ ഉണ്ടെന്ന് എഴുതാം. 1 ആദ്യം എഴുതാം. -6 +13 -7 ഈസ് ഈക്വൽ ടു, ഇവിടെ 1 പോസിറ്റീവ് നമ്പറാണ്, 6 നെഗറ്റീവ് നമ്പറാണ്, 13 പോസിറ്റീവ് നമ്പറാണ്, 7 നെഗറ്റീവ് നമ്പറാണ്. ആദ്യം നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ 1 13 കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടുന്നു. നെഗറ്റീവ് നമ്പേഴ്സും ഇതുപോലെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് എഴുതുക. 6 + 7 13. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. വലുതിൻ്റെ സൈൻ എഴുതാം. ഡിഫറൻസ് 1, വലുത് പോസിറ്റീവ് ആണ്, അതായത് പോസിറ്റീവ് ആണ്. x2 ഈസ് ഈക്വൽ ടു n സ്ഥാനത്തിലാണ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ 2 ക്യൂബ്ഡ് മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയേർഡ് പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7. 2⁻³ is equal to 2 into 2 into 2 is equal to 8. -6 into 2 squared is equal to -6 into 2 into 2, -24. +13 into 2, +26. -7 is equal to -7. ഇതിൻ്റെ ആൻസർ നമുക്ക് 8 കിട്ടി. -24 + 26 -7. പോസിറ്റീവ് നമ്പർ നമ്മൾ പ്ലസ് ചെയ്യാം. പോസിറ്റീവ് 8ഉം പോസിറ്റീവ് 26ഉം. 34 മൈനസ് നെഗറ്റീവ് നമ്പർ നമ്മൾ ആഡ് ചെയ്യാം. 31. ഡിഫറൻസ് കണ്ടുപിടിക്കാനത് 3 എന്ന് കിട്ടുന്നു. x3 ഈസ് ഈക്വൽ ടു n സ്ഥാനത്ത് 3. 3 the whole cubed minus 6 into 3 squared plus 13 into 3 minus 7. 3 cubed is equal to 3 into 3 into 3, 27. -6 into 3 squared is equal to -6 into 3 into 3. So 9 into 6, 54. -54. +13 into 3 is equal to +39. 97 is equal to 97. Answer 27 minus 54 plus 39 minus 7.
പോസിറ്റീവ് നമ്പർ നമ്മൾ പ്ലസ് ചെയ്യാം. അപ്പോൾ 66 കിട്ടും. നെഗറ്റീവ് നമ്പർ പ്ലസ് ചെയ്യാം. 61 കിട്ടുന്നു. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ 5 x4 is equal to 4 all raised to 3 minus 6 into 4 all raised to 2 plus 13 into 4 minus 7. 4 cubed is equal to 4 into 4 into 4, 64. 96 into 4 squared is equal to 96 into 4 into 4 is equal to negative 96. Positive 13 into 4 is equal to positive 52. Negative 7 is equal to negative 7. കിട്ടിയ ആൻസർ ഉണ്ടെന്ന് എഴുതാം നമുക്ക്. 64 minus 96 plus 52 minus 7. പോസിറ്റീവ് നമ്പർ നമ്മൾ പ്ലസ് ചെയ്യാം. 116 മൈനസ് 2 നെഗറ്റീവ് നമ്പർ ഉണ്ട്, അത് നമ്മൾ പ്ലസ് ചെയ്യാം. ഈക്വൽ ടു 103. is equal to 13. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് 1 3 5 13 etc. ഫസ്റ്റ് ടൈം x1, സെക്കൻഡ് ടൈം x2, തേർഡ് ടൈം x3, ഫോർത്ത് ടൈം x4. d is equal to x2 minus x1, 3 minus 1 is equal to 2. d is equal to x3 minus x2, 5 minus 3 is equal to 2. d is equal to x4 minus x3, 13 minus 5 is equal to 8. The difference between two consecutive terms is not the same number. Sequence is not an arithmetic sequence. തുടർച്ചയായ രണ്ട് പദങ്ങളുടെ വ്യത്യാസം തുല്യമല്ല, സമാന്തര ശ്രേണി അല്ല. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചില സീക്വൻസുകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞു നോക്കാം. 1 2 3 4 എക്സെട്ര. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതായത് എണ്ണൽ സംഖ്യകൾ. ആൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to n. ഇതിലെ ഫസ്റ്റ് ടേം 1 മാറ്റി കഴിഞ്ഞുള്ള സീക്വൻസ് 2 3 4 5 എക്സെട്ര. ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to n plus 1. ഇനി നാച്ചുറൽ നമ്പേഴ്സിലെ 1ഉം 2ഉം മാറ്റി കഴിഞ്ഞുള്ള സീക്വൻസ് പോളിഗണിൻ്റെ ക്വസ്റ്റ്യനിൽ പഠിച്ചു തോർക്കുന്നുണ്ടല്ലോ. 3 4 5 6 എക്സെട്ര. ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to n plus 2. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് 1 4 9 16 25 എക്സെട്ര. ആൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to n സ്ക്വയർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ ഫസ്റ്റ് ടേം 1 ഇല്ലാതെയുള്ള സീക്വൻസ് 4 9 16 25 36 എക്സെട്ര. ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to n plus 1 the whole square. എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന സീക്വൻസ് 4 9 16 25. x1 x2 x3 x4 നെയിം ചെയ്യുന്നു. d is equal to 9 minus 4 5. d is equal to 16 minus 9 7. ഡിഫറൻസ് ഈക്വൽ അല്ല, അടുത്ത സീക്വൻസ് അല്ല. x1 is equal to 4 is equal to 1 plus 1 the whole squared. 1 plus 1 2. 2 squared 4. x2 is equal to 9. 2 plus 1 3 all squared.
2 plus 1 3, 3 squared, 3 into 3 9. x3 is equal to 16 is equal to 3 plus 1 the whole squared. 3 plus 1 4 squared, 4 4s are 16. x4 is equal to 25. 4 plus 1 5 squared, 5 into 5 25. xn is equal to 1 2 3 4 natural number n എഴുതുന്നു plus 1 plus 1 plus 1 plus 1 plus 1 the whole squared. അടുത്ത സീക്വൻസ് ഉള്ളത് മനസ്സിലായി കഴിഞ്ഞു. x1 is equal to 4 ആണ്. ആ 4 നമ്മൾ 1 plus 1 2 the whole squared. അപ്പോൾ 2 into 2 4. 9 2 plus 1 3 3 squared. അപ്പോൾ 3 into 3 9. 16 3 plus 1 4 all squared. 4 into 4 16. 25 4 plus 1 5 5 into 5 25. xn is equal to ബ്രാക്കറ്റിനുള്ളിൽ ആദ്യത്തെ നമ്പർ 1 2 3 4 ആണ്. അപ്പോൾ എന്ന് എഴുതുക, പ്ലസ് എഴുതുക, 1 എഴുതാം, ഓൾ സ്ക്വയർഡ്. അടുത്ത ക്വസ്റ്റ്യൻ 1 2 and 1/4 4 6 and 1/4. 1 ഇറക്കി എഴുതുന്നു, മിക്സ് ഫ്രാക്ഷൻ മാറ്റുന്നു. 4 into 2 8 8 plus 1 9 9/4 4 മിക്സ് ഫ്രാക്ഷൻ മാറ്റുന്നു. 4 into 6 24 24 plus 1 25/4. ഇവിടെ രണ്ടെണ്ണം ഫ്രാക്ഷനാണ്, രണ്ടെണ്ണം ഫ്രാക്ഷൻ അല്ല. അതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമുക്കറിയാം 10/10 is equal to 1. 5/5 is equal to 1. ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. അതുകൊണ്ട് ഇവിടെ 4 വരാൻ വേണ്ടി ആ 1നെ നമ്മൾ 4/4 എന്നെഴുതുന്നു. ഈ 1ൻ്റെ സ്ഥാനത്ത് 4/4 4/4 എത്രയും 1. ഇവിടെ നമ്മൾ 9/4 ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ 4 ആണ് കിട്ടുന്നത്. അതിന് നമ്മൾ 16/4 എന്ന് എഴുതുന്നു. 16/4 എത്രയും 4. ആ 4നെ നമ്മൾ 16/4 ഡിനോമിനേറ്റർ സെയിം ആയിക്കൊണ്ടിരിക്കുന്നു. 25/4. പറയാം സീക്വൻസ് ഇതാന്നിരിക്കുന്നത്. അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ എല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നു. 1 ഇറക്കി എഴുതുന്നു. 4 into 2 8 8 plus 1 9 9/4. 4 ഇറക്കി എഴുതുന്നു. 4 6 are 24 24 plus 1 25/4. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വലാക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പോൾ ബാക്കി രണ്ടിടത്ത് 4 ആക്കണം. അപ്പോൾ 1 എന്നുള്ളത് നമ്മൾ 4/4 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ആൻസർ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1ന് പകരം 4/4 എന്ന് എഴുതും. 9/4 അങ്ങനെ ഇറക്കി എഴുതാം. 4 എന്നുള്ളത് 16/4 ആക്കും. അപ്പോൾ ഇവിടെ 16/4 എന്ന് എഴുതും. ഇവിടെ 25/4 എന്ന് എഴുതും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി മോഡൽ സീക്വൻസ് നോക്കാം. 4 9 16 25. അതാണ് ഈ പഠിച്ചത്. xn is equal to 4 9 16 25. നമുക്ക് കിട്ടുന്നത് n plus 1 all squared ആണ്.
ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്നുകൂടി പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂമറേറ്റർ 4, 9, 16, 25 ആണ്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n+1 ദ ഹോൾ സ്ക്വയർ കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററായിട്ട് നമ്മൾ n+1 ദ ഹോൾ സ്ക്വയർ എഴുതുന്നു. ഡിനോമിനേറ്റർ സെയിം നമ്പറാണ്, 4, 4, 4, 4. ഇവിടെ തന്നെ ഡിവൈഡ് ബൈ 4. അളവുകൾ അല്ലാതെ കേവല സംഖ്യകളുടെ സവിശേഷതകൾ ഉപയോഗിച്ചും ശ്രേണികൾ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. We can form sequences from peculiarities of pure numbers instead of numbers as measure. First example, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7, 11, 13, 17, 19, etc. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1ഉം അതേ നമ്പറും മാത്രമുള്ള സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് പരിശോധിക്കാം. 2 is equal to 1 into 2. ഇവിടെ ഫാക്ടേഴ്സ് 1ഉം 2ഉം മാത്രമാണ്, അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. 3 is equal to 1 into 3. ഫാക്ടേഴ്സ് 1ഉം 3ഉം, അതുകൊണ്ട് 3 ഒരു പ്രൈം നമ്പറാണ്. 4 is equal to 1 into 4, കൂടാതെ 4 is equal to 2 into 2. ഇവിടെ 4ന്റെ ഫാക്ടേഴ്സ് 1ഉം 4ഉം മാത്രമല്ല, 2ഉം 4ന്റെ ഒരു ഫാക്ടറാണ്, അതുകൊണ്ട് 4 ഒരു പ്രൈം നമ്പർ അല്ല. 5 is equal to 1 into 5. 5 പ്രൈം നമ്പർ ആണ്, കാരണം ഫാക്ടേഴ്സ് 1ഉം 5ഉം മാത്രമാണ്. 6 is equal to 1 into 6, കൂടാതെ 6 is equal to 2 into 3. 6 പ്രൈം നമ്പർ അല്ല. 7 is equal to 1 into 7. 7 പ്രൈം നമ്പർ ആണ്. 8 is equal to 1 into 8. 8 is equal to 2 into 4. 8 പ്രൈം നമ്പർ അല്ല. 9 is equal to 1 into 9. 9 is equal to 3 into 3. 9 പ്രൈം നമ്പർ അല്ല. 10 is equal to 1 into 10. 10 is equal to 2 into 5. 10 is not a prime number. 11 is equal to 1 into 11. 11 prime number ആണ്. Prime numbers 2, 3, 5, 7, 11, 13, 17, 19, etc. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈവൻ നമ്പേഴ്സിൽ 2 മാത്രമേ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ. 2 ഒഴികെ മറ്റൊരു ഈവൻ നമ്പറും പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നാച്ചുറൽ നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പറാണ് 1. ഇത് പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. സെക്കൻഡ് എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചിട്ടുള്ള പൈയുടെ വാല്യൂ ഓർമ്മയുണ്ടല്ലോ. പൈ ഇസ് ഈക്വൽ ടു 3.141596 എക്സെട്ര. അപ്പോൾ സീക്വൻസ് ഇസ് ഈക്വൽ ടു 3, 1, 4, 1, 5, 9, 2, 6 എക്സെട്ര.